ഉച്ചയ്ക്ക് കഴിക്കാൻ കഞ്ഞിയും ചമ്മന്തിയും പപ്പടമുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാടുണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടനും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വേറൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല. എൻ്റെ ഈ കൈ മുറിയാനുള്ള കാരണം ഈ നിൽക്കുന്ന മുതലാണ് കേട്ടോ. ഉച്ചയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പുണ്ടോ നോക്കിയതാണ്. അവൾ വന്ന് മിക്സിൻ്റെ സ്വിച്ച് ഓൺ ആക്കലും എൻ്റെ കൈ അങ്ങ് ചെത്തി പോലും കഴിഞ്ഞു. നന്നായിട്ട് ചോര പോയി. പിന്നെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് എങ്ങനെയല്ലോ കെട്ടി വെച്ചു. അവളെ ചീത്ത പറയാൻ അടിക്കാനൊന്നുമില്ല, കാരണം ഞാൻ ആകെ ടയർഡായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങി. എണീറ്റപ്പോൾ നോക്കി എന്തൊരു വെയിലാണില്ല, 5:30 ഭയങ്കര വെയിലാണ്. അവസാനം ഞങ്ങളിത് കട്ടൻ ചായയിൽ മിച്ചറും പൊരിയും കൂടെ ഇട്ട് കഴിച്ചു. പണ്ടിങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ, ആ ഒരു ഓർമ്മയിൽ കഴിച്ചാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 6 മണിയായി വെയിലൊക്കെ തടഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അവിടെ അമ്മ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. വിളക്കിൻ്റെ മുമ്പിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ ഇതേ അവൾ അച്ചാച്ചൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. വണ്ടി ഓടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൈ നിവർത്താൻ പറ്റും, മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. വരുന്ന സമയത്ത് ഞങ്ങൾ ഫ്രൈഡ് റൈസ് മേടിച്ചു. പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കാൻ നിൽക്കത്തില്ലല്ലോ. പിന്നെ അവൾ തന്നെ വാരി കഴിച്ചിട്ടോ. അവൾക്ക് ഞാൻ തന്നെ വാരി കൊടുത്താൽ അവൾ കഴിക്കൊള്ളും. പക്ഷെ ഇത്തവണ എൻ്റെ കൈ നീ മുറിച്ചില്ലേ, തന്നെ വാരി കഴിച്ചോന്നും പറഞ്ഞുകൊണ്ടാണ് തന്നെ വാരി കഴിക്കുന്നത്. പിന്നെ ഞാനും കഴിച്ചു. എനിക്കാണ് ഈ പുറത്ത് നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഇഷ്ടം. പക്ഷെ എന്താ ചെയ്യാനാ, വിധിയെ തടുക്കാൻ ആർക്കും പറ്റില്ല. അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ.